വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസമൊരുക്കാൻ സപ്പോർട്ട് വയനാട് എന്ന പദ്ധതിയുമായി പ്രവാസികൾ. ദുരിതബാധിതർക്ക് ഉപയോഗിക്കാനായി പ്രവാസികളുടേതുൾപ്പെടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിനെ അറിയിക്കാനാണ് പദ്ധതി. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് supportwayanad.com എന്ന വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ കൈമാറും. പ്രവാസികളുടെ പിന്തുണയോടെ വയനാട് ദുരന്തബാധിതർക്കായി താൽക്കാലിക താമസ സൗകര്യം ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒഴിഞ്ഞതോ ഭാഗികമായി ഉപയോഗിക്കുന്നതായ വീടുകൾ, ഫ്ളാറ്റുകൾ, ഹോട്ടലുകൾ, ക്വാർട്ടേഴ്സുകൾ ഉള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം. താമസ സൗകര്യം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് supportwayanad.com എന്ന വെബ്സൈറ്റിലൂടെ ഇതറിയിക്കാം. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്കായി ഇവിടങ്ങളിൽ താമസമൊരുക്കും. supportwayanad.com അതായത് പ്രവാസികളുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണ്. വയനാട് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന വീടുകളില്ലാത്ത ആൾക്കാരെ താൽക്കാലികമായിട്ട് പുനരധിവസിപ്പിക്കാൻ, അതായത് പ്രവാസികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, അവരുടെ ഉടമസ്ഥയിലുള്ള ക്വാർട്ടേഴ്സുകൾ, അതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള അവരുടെ ഉടമസ്ഥയിൽ, അതുമാത്രമല്ല നാട്ടിലുള്ളവരുടെയും ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലും അവരുടെ വീടുകളിലും ഈ പറയുന്ന ഈ ക്യാമ്പിലുള്ള ആൾക്കാരെ താൽക്കാലികമായിട്ട് 1, 2, 3 മാസം, 6 മാസം വരെ മാറ്റി താമസിപ്പിക്കാനുള്ള, അതിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക, എങ്ങനെയാണ് എൻ്റെ ഒരു വീട് എനിക്കുണ്ട്, അതിനെങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഈ supportwayanad.com എന്ന് പറയുന്നത്. ഇതിലൂടെ ആർക്ക് വേണമെങ്കിലും, ലോകത്തുള്ള ഏത് മലയാളിക്കും ഇതിലൂടെ രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഈ ഡാറ്റ ഗവൺമെൻറ് അതോറിറ്റിയിലേക്ക്, പ്രത്യേകിച്ച് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ലോക്കൽ ബോഡിയിലേക്കും ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലേക്ക് നമ്മൾ കൈമാറുന്നതും, അവർ അവിടെയുള്ള ഈ ക്യാമ്പുകളിൽ ചെന്ന് അവിടെ ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ മാച്ച് ആൻഡ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് അവരെ ആ ഒരു വീടുകളിലേക്കോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളിലേക്കോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലേക്കോ മാറ്റി താമസിപ്പിക്കുക താൽക്കാലികമായിട്ട്. വീടുകൾക്ക് പുറമെ വൈദ്യസഹായം ആവശ്യമുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ശ്രമിക്കുമെന്നും സപ്പോർട്ട് വയനാട് എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഇതിന്റെ ഏകോപനം നടത്തുമെന്നും സപ്പോർട്ട് വയനാട് ടീം അംഗങ്ങൾ അറിയിച്ചു. ജനം, ദുബായ്.